നിങ്ങളുടെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു ഗോൾഡ് സേവിംഗ് സ്കീം. വെറും 500 രൂപയ്ക്ക് പോലും സ്വർണം വാങ്ങാൻ കഴിയുന്ന ഈ മഹത്തായ പദ്ധതിയിൽ അംഗങ്ങളാകുവാനുള്ള സുവർണാവസരം നിങ്ങളും വിനിയോഗിക്കൂ. കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുഴയ്ക്കൽ ട്രേഡ് കോംപ്ലക്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന എന്നെ പഠിപ്പിച്ച അധ്യാപികമാരെ, എൻ്റെ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കാരണം തന്നെ നമ്മളെ ഈ മരാട്ടുമനയിൽ നിന്നിട്ടാണ് ഞാൻ അവിടുത്തെ ഉപ്പും ചോറും കഴിച്ചിട്ട് വളർന്നതാണ്. കാരണം എൻ്റെ അച്ഛൻ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു. അവിടുന്ന് കൊണ്ടുവരുന്ന നെല്ല് പുഴുങ്ങി കഴിച്ച് അങ്ങനെയായിരുന്നു ഞങ്ങളിവിടുത്തെ, അങ്ങനെ തന്നെയാണ് വളർന്നത്. അപ്പോൾ അത് പ്രവീൺ സംഭവമുള്ളപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു. സംഭവം പോയി. ഇപ്പോൾ എന്തായാലും എല്ലാവരോടും പറയണം, എല്ലാവർക്കും അറിയണ്ടാവും. പിന്നെ ആദ്യം വിശാലാക്ഷി ടീച്ചർ എന്നെ സോഷ്യലാണ് പഠിപ്പിച്ചിരുന്നത്. ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു സോഷ്യല്. പിന്നെ ഏലിയമ്മ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ടീച്ചർ എൻ്റെ മോളെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മോളിവിടെ 3ലും 1ലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മോളെ നല്ലൊരു അധ്യാപികയായിരുന്നു. പിന്നെ കാസിമാഷ് ഇത്രയൊക്കെ ജോലി കാസിമാഷ് ചെയ്തിരുന്നു. ഈ ടീച്ചറല്ലാത്തൊരു എത്ര ജോലികളാണ് മാഷ് ചെയ്തത്. അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നുക. ഈ അധ്യയനത്തിൻ്റെ ഇടയിൽ മാഷ് ഇത്രയൊക്കെ കച്ചവടം നടത്തിയെന്നൊക്കെ അറിഞ്ഞപ്പോൾ. പിന്നെ സുകുമാരൻ മാഷ് വീട് തെക്കായിരുന്നു. അപ്പോൾ തെക്കുന്ന് വന്നവരൊക്കെ അന്ന് ഓരോരോ വീട്ടിലാണ് താമസിക്കുക. അന്നത്തെ പോലെ ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ വില്ലകളോ ഫ്ലാറ്റുകളോ ഒന്നുമില്ല. അങ്ങനെ സുകുമാരൻ മാഷ് ഞങ്ങളെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. മാഷ് 5ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോഴും മലയാളം പഠിപ്പിച്ചത് ഞാൻ ഓർക്കണു. ആവു വിശപ്പില്ലേ കാച്ചിയ പാലിതാന്നും പറഞ്ഞിട്ട് ഇപ്പോഴും അത് ഓർക്കണുണ്ട്. പിന്നെ ശങ്കരൻ മാഷ് സയൻസായിരുന്നു പഠിപ്പിച്ചിരുന്നത്. സയൻസിൽ ആ ചിത്രങ്ങളൊക്കെ മാഷ് ബോർഡിൽ ഇങ്ങനെ വരച്ച് തരുന്നതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പിന്നെ അബൂബക്കർ മാഷ് സോഷ്യൽ എനിക്ക് ഒന്നും 50-50 മാർക്ക് കിട്ടിയിരുന്നു. സോഷ്യൽ അബൂബക്കർ മാഷ് പഠിപ്പിച്ചിരുന്നു. അതായത് അബ്ദുറഹ്മാൻ മാഷ്. വിശാലാക്ഷി ടീച്ചർ മെറ്റേണിറ്റി ലീവിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മാഷ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സോഷ്യൽ പഠിപ്പിച്ചിരുന്നത്. പിന്നെ എൻ്റെ പേര് സുധ, അതാദ്യം പറയേണ്ടിയിരുന്നു. എനിക്ക് എൻ്റെ കൂടപ്പിറപ്പായ സുമ ഉണ്ടായിരുന്നു. സുമയ്ക്ക് വരാൻ പറ്റിയില്ല. അതായത് ഞങ്ങൾ അനിയത്തീൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിക്കലാണെന്ന് രാമനാട്ടുകര. അപ്പോൾ അവൾ അങ്ങോട്ടും പോയി, ഞാനും ഇങ്ങോട്ടും പോന്നു. ഞാൻ അത്രയും അധികം ഇഷ്ടപ്പെട്ടിരുന്നു ഈ സ്കൂളിലേക്ക് വരാനും എല്ലാവരെയും കൂട്ടുകാരെയും കാണാനും. അതുകൊണ്ട് ഞാനിങ്ങോട്ടും അവൾ അങ്ങോട്ടും പോയി. അതുകൊണ്ടാണ് അവൾക്ക് വരാൻ പറ്റാത്തത്. എനിക്ക് 2 പെൺമക്കളും. അപ്പോൾ അവളുടെ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മോള് ടീച്ചറാണ്, രണ്ടാമത്തെ മോള് ഡോക്ടറാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 1 വർഷം വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ PGക്ക് ട്രൈ ചെയ്യാണ്. പിന്നെ സുമയ്ക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത മോന് സർജറി ഡോക്ടറാണ്, മരുമോളും ഡോക്ടറാണ്. പിന്നെ ചെറിയ മകൻ കാനഡയിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശിവദാസൻ എന്നും ഓരോന്നും വിളിച്ച് അവന് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അതൊക്കെ ഭംഗിയാക്കി കഴിയാൻ ശിവദാസൻ മാത്രമല്ല കേട്ടോ, വേറെ കുറേ പേരുണ്ട്. ഓരോരുത്തരും പേര്, സൈനുലാബിദും, ഞാൻ ഓരോരുത്തരും പേര് ഞാൻ പറഞ്ഞില്ല, അബ്ദുറഹ്മാനും, എല്ലാവരും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതിൻ്റെ കൂടെ എല്ലാ ടീച്ചേഴ്സിനും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് അബ്ദുൽ ഹമീദ്. പക്ഷേ പിന്നെ സുകുമാരൻ മാഷ് പറഞ്ഞ അതേമാതിരി ശങ്കരൻ മാഷ് പറഞ്ഞവര്, പിന്നെ അബൂബക്കർ പറഞ്ഞാൽ പറയില്ല, അബ്ദുറഹ്മാൻ പറയും പിന്താങ്ങിയാണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ. പിന്നെ ഡിഗ്രി പറഞ്ഞാൽ 8ാം ക്ലാസ്സും കുസ്തി നമുക്കുള്ളത് നടക്കുള്ളൂ. ഇപ്പോൾ വന്നപ്പോൾ ആൾക്കാർ ഞാൻ വലിയ തല്ലുകാരെ കുത്തുകാരെ എന്നൊക്കെ പറയാം. ചെറുപ്പകാലത്തിലല്ലേ നമുക്കതൊക്കെ ഡിഗ്രി ഉള്ളൂ. പിന്നെ ദ്രമാഷൊക്കെ എന്നോട് പ്രത്യേക പോകുമ്പോൾ കുട്ടികളെ കിട്ടാതെ ഞാൻ പഠിക്കാനൊന്നുമല്ല, കുട്ടികളെ കിട്ടാതെ തേക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു മാത്രമേ ഉള്ളൂ. ഒരാളെ കിട്ടുമല്ലോ, എന്നെ തിരയൊന്നും ആവശ്യമില്ല. മിക്കവാറും ദിവസം ഞാൻ വരികയൊക്കെ ചെയ്യും. കാരണം അറിയാണ്ട് കൊടുക്കാതിൻ്റെ ലക്ഷ്യത്തിലുള്ള എന്നെ പറ്റി അറിയുള്ളൂ. പന്ത്രണ്ടാമനും ഇവരൊക്കെ പറയും, ഇവരൊക്കെ ഇതാ ചിരിക്കണ്. ഞാൻ എൻ്റെ അത്രയ്ക്കത്തിലുള്ളൂ എനിക്ക് പറയാനില്ല. പിന്നെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, 10-30 വർഷം പുറത്തായിരുന്നു. ഇപ്പോൾ വന്നിട്ട് 3 മക്കളുണ്ട്, 2 മക്കൾ അവിടെ ഉണ്ട്. സാമാന്യം അങ്ങനെ
ജീവിച്ചു പോകാം, അത്രേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. മാഷന്മാർക്കും ടീച്ചർമാർക്കും ആദ്യം തന്നെ നമസ്കാരം. എൻ്റെ പേര് കോമളം. ഞാൻ എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ ഈ ഷാപ്പും പഠിക്കലേ പറയും. കുറേ ആൾക്കാർക്കൊക്കെ അറിയാം. അറവണത്തെയാണ് ഞാൻ. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. ആദ്യം പറയട്ടെ, എലിയാമ്മ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർ ആ പറഞ്ഞ വ്യക്തി ഞാനായിരുന്നു. ആ ഇൻ്റർവ്യൂ ബോർഡിന് പോയ ആൾ. പിന്നെ ടീച്ചറിൻ്റെ അവിടെ നിന്ന് ആ കളിയൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊക്കെ അത് ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ എന്നാൽ അത് കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനത് കളിച്ചത്. എന്തായാലും കിട്ടി. ഞാൻ 29 വർഷമായിട്ട് ഇപ്പോൾ അംഗനവാടി ടീച്ചറാണ്. പിന്നെ കുട്ടികൾ 2 ആളുണ്ട്. മോൻ BTech കഴിഞ്ഞ എൻജിനീയറാണ്. അവൻ ഇപ്പോൾ പാലക്കാട് മിൽമയിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഒരു മോളുണ്ട്. മോള് കലാമണ്ഡലത്തിൽ പഠിച്ച കുട്ടിയാണ്, വിജിത എന്ന് പറയും. അവൾക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ 2 കുട്ടികൾ കഴിഞ്ഞ വർഷം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ പള്ളിമണി എന്നാണ്. ഇപ്പോൾ ഇത്രയും ആൾക്കാരോട് ഇരിക്കുമ്പോൾ പറയണം അത് എന്തെങ്കിലും റിലീസ് ആവുകയാണെങ്കിൽ അതിൽ 2 കുട്ടികൾ എൻ്റെ കുട്ടികളാണ്. ചെറിയ 2 കുട്ടികളുള്ളത് അതെൻ്റെ കുട്ടികളാണ്. അതുകൊണ്ട് എല്ലാവരും ആ സിനിമ റിലീസായോ ഒന്ന് കാണണം. ഇത്രയൊക്കെ പറയാനുള്ളൂ എനിക്ക്. എൻ്റെ പേര് അബ്രഹ്മാനാണ്. ഞാൻ കാരായാണ്. ഞാൻ നിങ്ങളൊക്കൊപ്പം കൂടി പഠിച്ച ആരും ഞാൻ അറിയില്ലപ്പോൾ. എനിക്ക് 4 കുട്ടികളാണ്. 2 പെണ്ണും 2 ആണും. 2 കുട്ടികളെ കല്യാണം കഴിച്ചു. ആണ് പെണ്ണിട്ടി ചെറിയ ഒന്നുണ്ട് കല്യാണം കഴിക്കാൻ. അത്രത്തോളം എനിക്ക് പറയാനുള്ളൂ. അധ്യാപകർക്കും എൻ്റെ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പേര് ഗീതയാണ്. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. എന്നെ എല്ലാവർക്കും അറിയുണ്ടാവും, പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് 2 കുട്ടികളാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് വിനോദാണ്. വിനോദിനെ എല്ലാവരും അറിയുണ്ടാവും. ഒരാണും ഒരു പെണ്ണുമാണ്. ആൺകുട്ടി BTech കഴിഞ്ഞ് എൻജിനീയറായിട്ട് ഗൾഫിലാണ്. മോള് ടീച്ചറായിട്ട് മഞ്ചേരി പോകണു. മഞ്ചേരിക്കാണ് കെട്ടിച്ചിരിക്കുന്നത്. അവിടെ ടീച്ചറായിട്ട് പോകുന്നുണ്ട്. ഒരു പേരക്കുട്ടിയുണ്ട്. അവൾ പെൺകുട്ടിയാണ്, 4ാം ക്ലാസ് പഠിക്കണം. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എൻ്റെ പേര് ഉമ്മറാണ്. ഇല്ലിക്കത്തറിക ഉമ്മറാണ്. ഇത്ര തന്നോട് പറയാം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ഗുരുനാഥന്മാരെ, എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ പേര് വിശാലാക്ഷി. ഞാനിവിടെ അടുത്ത് തന്നെയാണ്. കോമളം, ഉഷ, ഞാൻ ഒക്കെ അടുത്തടുത്തുള്ള വീടുകളിലാണ്. അതുപോലെ രതി. എൻ്റെ ഈ ഒരു സ്കൂളിലെ അനുഭവം പറയുകയാണെന്ന് വിചാരിച്ചാൽ, ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ബാലവാടി അങ്ങനെ ഓരോ ഭാഗങ്ങളിൽ കുറേ എഡ്യൂക്കേഷനൊക്കെ കിട്ടിയിട്ടാണ് ഒരു സ്കൂളിലേക്ക് വരുന്നത്. പക്ഷെ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളൊരു അംഗൻവാടിയോ അല്ലെങ്കിൽ വേറൊരു പുറത്ത് പോയിട്ടുള്ളൊരു ടീച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് നമ്മൾ സ്കൂളിലേക്ക് വരും. എനിക്കിപ്പോഴും ആ ഒരു വഴി കാണുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കും. വിശാലാക്ഷി ടീച്ചറും അതുപോലെ നമ്മുടെ എന്താ ടീച്ചറെ പേര് അല്ല ദാഷാണി ടീച്ചർ. ദാഷാണി ടീച്ചറെ കാണുമ്പോഴേ പേടിയാണ്. കാരണം നല്ല നുള്ളും. അവിടെ ആ ക്ലാസ്സിലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ എൻ്റെ വീട്ടിൽ 6 അംഗങ്ങളാണ്. ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് വിശാലാക്ഷി ടീച്ചറും ദാഷാണി ടീച്ചറും കൊണ്ടുവന്ന ഭക്ഷണം അധിക ദിവസവും എനിക്ക് തരാറുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ശബ്ദം കേട്ടിട്ട് വിശാലാക്ഷി ടീച്ചറും ദാഷാണി ടീച്ചറുമാണ് ഈ കുട്ടിക്ക് പാടാനുള്ളൊരു കഴിവുണ്ട്, അപ്പം നമുക്ക് ഇവളെ കായികമേളയ്ക്കൊക്കെ ചേർക്കണമെന്ന് പറഞ്ഞിട്ട് ദാഷാണി ടീച്ചറുടെ മോള് അവരുടെ വീട്ടിൽ വെച്ചിട്ട് എന്നെ പാട്ട് പഠിപ്പിച്ചു. അങ്ങനെ ഇവിടുന്ന് പാണ്ടിക്കാട് LP സ്കൂളിൽ കലോത്സവത്തിന് അവിടെ വെച്ചിട്ട് ഇവിടുന്ന് പഠിപ്പിച്ച പാട്ടും പാടി അവിടെ ചെന്ന് പാടി. അതൊരു 4 പേര് ഞാനൊന്ന് പാടട്ടെ. ഒരു എന്താ പറയുക, ഏറ്റവും ചെറിയൊരു കുട്ടിയിൽ എനിക്ക് ആദ്യമായിട്ടുള്ള ഒരനുഭവമാണത്. കൊപ്പത്തുന്നൊരു കേമൻ മാപ്പിള കൊപ്പരച്ചോടും ഏറ്റിയിട്ട് അത് വിൽക്കാനായി വെളുപ്പാൻ കാലം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട്
മോയിക്കന്നൊരു ചായ കുടിച്ച് പോകുമ്പോൾ ഒരു ബീഡി പുകച്ച് കണ്ടവരോട് വഴക്കുമടിച്ച് കാണണ ബസ്സിന് കൈ കാണിച്ച് 9 മണിക്ക് മലാപ്പറമ്പിലെത്തി കാക്ക. 10 നായ പൈസയല്ലേ ബസ്സിനിപ്പോഴും വേണ്ടി, കാത്തിരുന്നാലെന്ത് കോഴിക്കോട്ടത്തല്ലേ മേണ്ടി. ഇസ്തിരി വെച്ചുള്ള കുപ്പായമിട്ടുള്ള സ്കൂൾ കുട്ടികളെത്തുന്നു, അവർ ബസ് വരുന്നതും കാത്തു കാത്തങ്ങനെ ഗുസ്തിക്ക് തയ്യാറായി നിൽക്കുന്നു. വെളു നിറമുള്ള ബസ്സങ്ങ് വരണ്, 1 മിനിറ്റ് കൊണ്ട് ബസ്സങ്ങ് നിറഞ്ഞ്. സീറ്റില്ല കണ്ടക്ടർ പിടിച്ചിറക്കി, ചില പോക്കിരിമാരതിൽ വീണ്ടും കയറി നോക്കി നിന്നാൽ പറ്റൂല, ഇനി തിക്കിന് നമ്മക്കാകൂല. ഒക്കൂലി പണി സിറ്റി ബസ്സിൽ കൊപ്പര ചോടത് കേറ്റൂല. ചോടിച്ചു മക്കാനി നാരച്ചായം വാങ്ങി നടന്നു പിന്നെയും കാക്ക. കുരുത്തൻ കെട്ടൊരു ബസ്സിനെ കാത്തിട്ട് മനുഷ്യന്മാരൊക്കെ കൊയങ്ങണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ട്. ഞാനത് ഇന്നും മറന്നിട്ടില്ല. ഓക്കെ, എനിക്ക് 2 മക്കളാണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ പാണ്ടിക്കാട് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് മമ്പാട് MES കോളേജിൽ പഠിച്ചു, 2nd ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ എനിക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടി. അതുപോലെ ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ്, മലയാളം ഹയർ പാസ്സായി. പക്ഷേ ആ ജോലിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. അമ്മായിയമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം. അങ്ങനെ എല്ലാത്തിനും ഒരാൾ വേണമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു, ജോലി റിസൈൻ ചെയ്തു. പിന്നെ അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ മരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല മേഖലകളിൽ മാർക്കറ്റിംഗ് ആയിട്ടും ഒക്കെ ജോലി ചെയ്തു. ഇപ്പം ഞാൻ ഒരു ന്യൂട്രീഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പേഴ്സണൽ വെൽനസ് കോച്ച്. 6 വർഷം കഴിഞ്ഞു. സ്വന്തമായിട്ട് ഒരു സെൻറ്ററൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു യോഗം, നമ്മളെ ഈ ഒരു കൂട്ടായ്മ വിളിച്ചു ചേർത്ത ഇതിന് എന്താ പറയുക, മുൻകൈ എടുത്ത എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഇനിയും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ശങ്കരനാണ്. ഒരു മകനല്ല +2 പഠിക്കുകയാണ്. അപ്പം തന്നെ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട എൻ്റെ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ സഹപാഠികളെ, എന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് തോന്നില്ല. അത് ഇയാളെ കുട്ടികളെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് എന്നാലും ചിലരൊക്കെ ഞാനിവിടെ രക്ഷിതാക്കളായിട്ടൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ. പക്ഷേ എൻ്റെ കൂടെ പഠിച്ചതാണെന്ന് എനിക്കിപ്പോഴാണ് ഇപ്പം മനസ്സിലായത്. ഇപ്പം എൻ്റെ പേര് രമണിയാണ്. 1 മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചത്. സുധ പറഞ്ഞ അനുഭവം തന്നെയാണ് എനിക്ക്. പിന്നെ ഞാൻ ഇവിടെ പഠിച്ചിരുന്ന കാലത്തൊക്കെ അമ്മമാരായിട്ട് പണിക്ക് പോയതായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഇവിടുത്തെ അധ്യാപകരെ പഠിപ്പിച്ചത് ഇവിടെ ക്ലാസ്സിൽ നിന്ന് കേൾക്കുക എന്നല്ലാതെ അല്ലാതെ ഇപ്പം ഓരോ രക്ഷിതാക്കൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ല ഇതിലെത്തായിരുന്നു. ഇതിലും എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഇവിടെ അധ്യാപികയായിട്ട് എനിക്ക് ജോലിയാവാൻ കഴിഞ്ഞത്. 1991 ജൂലൈ 29-നാണ് ഞാൻ ഇവിടെ ടീച്ചറായിട്ട് ജോലി കയറിയത്. ഇപ്പോൾ 32 വർഷത്തെ സേവനത്തിന് ശേഷം ഈ മാർച്ച് 31-ാം തീയതി ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. പിന്നെ എൻ്റെ ഉയർച്ചയിൽ പ്രധാനമായിട്ടും ഈ അധ്യാപകർ തന്നെയാണ് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത്. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആലിസ് ടീച്ചറെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതേപോലെ 2ാം ക്ലാസ്സിൽ ഏലിയാമ്മ ടീച്ചർ, 3ാം ക്ലാസ്സിൽ വിശാലാക്ഷി ടീച്ചർ, 4ാം ക്ലാസ്സിൽ കൗസല്യ ടീച്ചറാണോ തോന്നുന്നുണ്ട്, 5ാം ക്ലാസ്സിൽ അതേപോലെ ഇംഗ്ലീഷ് പഠിപ്പിച്ച പിള്ളമാഷ്. ഇപ്പോഴും ഞാൻ ആ ഇംഗ്ലീഷ് ഇവിടുന്ന് പഠിപ്പിച്ചത് കേട്ടിട്ട് തന്നെയാണ് ഇവിടെ വന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ആ ഒരു കഴിവിക്കുണ്ടായിട്ടുള്ളത്. ദിസ് ഈസ് രാജൻ, ഹീ ഈസ് റണ്ണിങ്, ഇതിങ്ങനെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മാഷ് പഠിപ്പിച്ചത്.
അതേപോലെ വിശാലാക്ഷി ടീച്ചറാണ് എന്നെ സമയം നോക്കാൻ പഠിപ്പിച്ചത്. ടീച്ചർ ഒരു കറുത്ത സ്ട്രാപ്പുള്ളൊരു വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ചിൽ നോക്കിയിട്ടാണ് ഞാൻ സമയം പഠിച്ചിട്ടുള്ളത്. കുറേ പറയുകയാണെങ്കിൽ കുറേ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് 2 കുട്ടികളാണ്. എൻ്റെ കുട്ടികളൊന്നും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മൂത്ത കുട്ടി പെൺകുട്ടി ശ്രീലക്ഷ്മി, അവൾ MSc ഫിസിക്സിന് കോയമ്പത്തൂർ പഠിക്കുന്നു. മകൻ ശ്രീഹരി, അവൻ പെരിന്തൽമണ്ണ സെൻറ്റ് മേരീസ് കോളേജിൽ BSc മാത്സിന് പഠിക്കുകയാണ്. പിന്നെ ഞാൻ ഈ റിട്ടയർ ആകുന്ന ഈ കൊല്ലം തന്നെ അതേപോലെ നമ്മുടെ 70ാം വാർഷിക വേളയിൽ തന്നെ ഇത്തരമൊരു സംഗമം വിളിച്ചു കൂട്ടിയ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എത്രമാത്രം എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അല്ലേ. അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം നമ്മൾ സമയം വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയണില്ല. ഇനി ഭാവി ജീവിതത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് അയ്യപ്പൻ, മാനിയപ്പറമ്പ് വീട്. ഞാൻ ഇവിടെ 43 വർഷത്തിന് ശേഷം ഇവിടെ എല്ലാവരും ഒന്ന് കൂടാൻ നമുക്ക് ഈ അവസരം തന്ന നമ്മളെ ശിവദാസൻ, മറ്റു ഭാരവാഹികളും, ഈ വേദിയിരിക്കുന്ന അധ്യാപകർ, സുഹൃത്തുക്കൾ. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. ആൺകുട്ടി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്, പെൺകുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ സ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം കൃഷിപ്പണിയിലേക്കാണ് ഇറങ്ങിയത്. കുറച്ച് വാഴ, പച്ചക്കറി, പൂള അങ്ങനെയൊക്കെയാണ് എൻ്റെ ജോലി. പിന്നെ വേറെ ഒരു ഇതൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഈ സ്കൂൾ ജീവിതത്തിൽ എനിക്കൊരു അനുഭവമുണ്ട്. കാരണം ഈ നമ്മൾ 4 മണി കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് ഉണ്ട്. അതിന് നമ്മളെ വെട്ടിപിരിഞ്ഞു പോയ ഇബ്രാഹിം മാഷാണ് എൻ്റെ ചെവിയുമേ പിടിച്ചിട്ട് ഓടടാന്ന് പറഞ്ഞ് ആ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയിലുണ്ട്. കാരണം ഓട്ടത്തിൽ 1500 മീറ്ററിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി, അങ്ങനെ റിലേക്ക് സെക്കൻഡ് കിട്ടി. ആ ജീവിതം എനിക്ക് മറക്കാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും അയ്യപ്പൻ പങ്കുവെച്ച വിവരം വളരെ നല്ലതാണ്. കാരണം ഇതറിയുമായിരുന്നെങ്കിൽ ഞാൻ അയ്യപ്പനായിട്ട് മത്സരിക്കാൻ തെയ്യമ്പാടിക്കുത്തുനിന്ന് ഇങ്ങോട്ട് വരില്ലായിരുന്നു. കാര്യം ഞങ്ങൾ അവിടുന്ന് പ്രിപ്പയർ ചെയ്ത് ലോങ് ജമ്പിന് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അവസാനം ചാടി അയ്യപ്പൻ എന്നെ പരാജയപ്പെടുത്തി. എനിക്ക് സന്തോഷമുണ്ട്, അത് അറിയിക്കുകയാണ്. അടുത്തതായി എത്രയും പെട്ടെന്ന് നമ്മുടെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പേരും ആരെങ്കിലും ഏതെങ്കിലും കലാഭാസനങ്ങളുള്ള ആളുകൾ അവർ 1-2 പേര് പാട്ട് പാടുന്നതിൽ വിരോധമല്ല. കാരണം ഇപ്പം ഉറങ്ങി നിന്നിരുന്ന ഒരു സദസ്സിനെ ഉയർത്തിയത് വിശാലാക്ഷി ടീച്ചറെ പാട്ടാണ്. വളരെ നന്നായി, അതിൽ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ ഓരോരുത്തർക്കും ഏതെങ്കിലും രീതിയിൽ ഒരു പ്രകടനം അവിടെ നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്താൻ പറ്റുന്നത് വളരെ നന്നായിരിക്കും. എൻ്റെ പേര് പ്രഭാകരൻ. പിന്നെ എൻ്റെ ഗുരുനാഥന്മാർക്ക് നന്ദിയുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ സഹകൂട്ടുകാർക്കും നന്ദി. പാട്ടില്ല, പാട്ട് പാടാൻ അറിയില്ല, ഡാൻസാണ്. അതിപ്പോൾ ഇവിടെ കളിക്കണ മോശ. അതുകൊണ്ട് എൻ്റെ പേര് ഉഷ. ഞാനിവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ സ്റ്റേജിൽ അതിൻ്റെ പിന്നിലായിരുന്നു എന്നാണ് ഓർമ്മ. ആ സ്റ്റേജിൽ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്തപ്പിള്ളേച്ചൻ പറഞ്ഞൊരു ഡാൻസിൻ്റെ വല്യമ്മ, അതായത് ദാക്ഷായണി ടീച്ചർ പഠിപ്പിച്ചിട്ട് ഇവിടെ കളിക്കലുണ്ടായി. ഇവിടെ വന്നപ്പോൾ ആദ്യം അതാ ഓർമ്മ വന്നത്. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എല്ലാവരും കൂടിയും കളിച്ച്, അപ്പുറത്ത് ആ ബിൽഡിങ്ങിലാണ്, എല്ലാവരും കൂടിയും കളിച്ച് നിൽക്കുന്ന സമയത്ത് ഞാനും അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് എൻ്റെ കൈ ഞാൻ ആ തൂണിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കുടുക്കി. പിന്നെ ബെല്ലടിക്കാൻ പ്യൂഡ് വന്ന് ബെല്ലടിക്കുന്ന സമയത്ത് ഞാൻ മാത്രം അവിടെ കുടുങ്ങി നിൽക്കുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സിലേക്ക് ഓടി. അപ്പോൾ എന്താ ക്ലാസ് കയറാത്ത ചോദിച്ചു. സെക്കൻഡ് ബെല്ലടിക്കാൻ വന്നപ്പോൾ ഞാനവിടെ നിൽക്കുക. എന്താ ക്ലാസ് കയറാത്തേ? ഞാൻ പറഞ്ഞു എൻ്റെ കൈ ഇതിൻ്റെ ഉള്ളിലാണ്, കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ട് ഈ മുട്ടിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ കുടുങ്ങി. അവസാനം മാഷന്മാരൊക്കെ പാടെ വന്ന് എങ്ങനെയൊക്കെയോ എണ്ണയൊക്കെ തേച്ച് അതിങ്ങനെ മെല്ലെ മെല്ലെ എടുത്ത് ഇബ്രാഹിം മാഷ് ഇനി മേലായി ഇതിൻ്റെ ഉള്ളിൽ കൈ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ പറഞ്ഞൊരു ചീത്തയും പറഞ്ഞ്. അതാണ് ഇവിടെ വന്നപ്പോൾ ആദ്യം ഞാനങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പ് ഇവിടെ ചെമ്പ്രശ്ശേരി സ്കൂളിനെ കുറിച്ച് എഴുതി. പിന്നെ ഞങ്ങൾ SSLC ബാച്ചിൻ്റെ ഗ്രൂപ്പിലിട്ടിരുന്നു. അത് കണ്ടപ്പോൾ തുടങ്ങിയതാണ് ശിവദാസൻ എന്നോട് പിന്നെ നമുക്കൊരു സംഗമം വെക്കണ്ടേ എന്ന് ചോദിച്ച്. അതാണ് അവനെ ആവേശം ഉണ്ടാക്കിയതെന്ന് അവൻ പറയണു. ഇനി അവൻ പ്രസംഗിക്കുമ്പോൾ പറയുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഇനി കൂടുതലൊന്നും പറയണില്ല. എനിക്ക് 2 ആൺമക്കൾ, ഭർത്താവ്
പിന്നെ കിഴക്കേ പാണ്ടിക്കാട്ടിക്ക് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പണ്ടൊരു തരകം മാഷ് ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും അറിയുമെന്നറിയില്ല. ആ തരകം മാഷ മകനാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. പിന്നെ 2 ആൺകുട്ടികളാണ്, 2 എൻജിനീയർമാരാണ്. ഒരാൾ ജപ്പാനിൽ വർക്ക് ചെയ്യണു, ഒരാൾ എറണാകുളത്തുള്ള ആൾ ഒരു സിനിമേൻ്റെ തിരക്കഥാകൃത്ത് കൂടിയാണ്. പിന്നെ ഒരു തമിഴ് പടം കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി മലയാളമൊക്കെ എഴുതിക്കൊണ്ടിരിക്കണു. എന്തെങ്കിലും വരും, അപ്പോൾ ഞങ്ങൾ അറിയിക്കും. അപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ 3 പേരക്കുട്ടികൾ, പെൺകുട്ടികളുണ്ട്. നാട്ടിൽ ആരുമില്ല, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അമ്മ ഇപ്പോൾ കഴിഞ്ഞ ആഗസ്റ്റ് 2 മരിച്ചത്. പിന്നെ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരോടും നന്ദി. എൻ്റെ പേര് ഹരിദാസനാണ്. ചെമ്പ്രശ്ശേരിയാണ് വീട്. ചെമ്പ്രശ്ശേരി ഉടമ്പറ്റയാണ് വീട്. എനിക്ക് 4 മക്കളാണ്. 3 ആൾ കല്യാണം കഴിച്ചു. 1 ചെറുതാണ്, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ നേഴ്സാണ്. വേറെ ഒന്നും പറയാനില്ല. ശരി. എല്ലാവർക്കും നമസ്കാരം. എനിക്കെന്തും പറയാൻ തോന്നുന്നില്ല. എന്നെ കല്യാണം കഴിച്ച ചെറുകോടിക്കാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ വഴിക്ക് വരുമ്പോൾ എന്നെ എല്ലാവരും അറിയും. ഞാൻ എല്ലാവരെയും കാണുന്ന ആൾക്കാരാണ്. 1-2 ആൾക്കാരേ ഉള്ളൂ കാണാത്തത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ടേ ഇവിടെ വന്നിട്ടൊന്നും അറിയില്ല. പിന്നെ എനിക്ക് ഹിന്ദി ടീച്ചർ ഓർമ്മ വന്നു പെട്ടെന്ന്. അതായത് എൻ്റെ ഭർത്താവ് പട്ടാളത്തിലായപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഹിന്ദി ഒന്നും പറയാനറിയില്ല. അതിൽ നമ്മളിങ്ങനെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട്. സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ഓരോ നമ്മളെ പഠിപ്പിച്ചില്ലേ. അപ്പം ടീച്ചർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവാകുമ്പോൾ ഹും ചേർത്തണം ഇതൊക്കെ പറയില്ല നമ്മളോട്. അപ്പോൾ ഇതെങ്ങനെ പട്ടാളത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ അവിടെ എനിക്ക് ഹിന്ദി ഒന്നും ശരിക്കും അറിയില്ല. ഇങ്ങനെ പറയണത് എനിക്ക് മനസ്സിലാവും, പക്ഷേ അങ്ങോട്ടൊന്നും എനിക്ക് പറയാനറിയില്ല. അത് അവിടെ ചെന്നപ്പോഴേ ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ വെള്ളം കുടിച്ചില്ല. അന്നേരം എനിക്ക് മൂത്രം പോകാനുണ്ടായി. ഇനി അവിടെ ചെന്ന് അഡ്മിറ്റായി. അപ്പോൾ അവിടെ ഹിന്ദി പറയണം. നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ ചെന്ന പാടെ അപ്പോൾ എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്തു, കുറച്ചൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാവുമല്ലോ എന്നിട്ട് ഇങ്ങനെ ഓരോ വാക്കിന് ഇന്നതാ ജാനാ ഹേ ആനാ ഹേ ഇങ്ങനെ എല്ലാം എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. അത് എഴുതി തന്നു. ഇങ്ങനെയാണ് പറയേണ്ടത്. പിശാബ് കർണ ജാനായ ഇത് ഇവിടെ പോകണോ അവിടെ പോകണോ എന്ത് കഴിച്ചോന്ന് ഫുഡ് ഇങ്ങനെ ആക്കും. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് നമുക്ക് മറുപടി പറയാനറിയില്ല. അപ്പോൾ എനിക്ക് ഹിന്ദി ടീച്ചർ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മിസ് ചെയ്തു. ഹിന്ദി ടീച്ചർ എന്നെ എപ്പോഴും കാണുമ്പോൾ ഭയങ്കര ലോകിയാണ്. ഞാൻ ഹിന്ദി നല്ലോണം സംസാരിക്കുന്നു പറയുമ്പോൾ ടീച്ചർക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. പിന്നെ ഓരോരുത്തരെ പറ്റിയും പറയാനുണ്ട്, ഒന്നിപ്പോൾ പറയാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 3 മക്കളാണുള്ളത്, 3 പെൺകുട്ടികളാണ്. 3 ആളെയും കല്യാണം കഴിച്ചു. ഇപ്പം എനിക്ക് 5 പേരക്കുട്ടികളുണ്ട്, ആൺകുട്ടികളാണ്. പിന്നെ ഹസ്ബൻഡ് ഇപ്പോൾ സർവീസിൽ നിന്നൊക്കെ പിരിഞ്ഞിപ്പോൾ ഞങ്ങൾ 2 ആളും വീട്ടിൽ ഇരിക്കണം. ഇപ്പോൾ ജോലിക്കൊന്നും പോകണില്ല. അപ്പം ഞങ്ങൾ 2 ആളും മാത്രം വീട്ടിലുള്ളൂ. ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങോട്ട് വിരുന്ന് വരും. വീട്ടിവിടെ അടുത്തായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വരാം. എല്ലാ സമയത്തും ഒരാഴ്ച 2 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ വരും. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരെ ഞാൻ കാണലുണ്ട്. രമണി ഇങ്ങനെ അവരെല്ലാം കാണില്ല. ഉഷേനെയൊന്നും കാണില്ല. ഉഷയൊക്കെ കുറേ ദൂരത്ത് പോയി. അങ്ങനെ ഇവിടെ കുറച്ച് ആണുങ്ങളൊക്കെ ഞാൻ കുറച്ച് ആൾക്കാരെ കാണും. ചിലവരൊന്നും കണ്ട എന്നെ അറിയണ്ടാവില്ല. എനിക്ക് അങ്ങോട്ട് അറിഞ്ഞാലും എനിക്ക് പറയാനൊരു പേടിയാണോ എന്താണെന്നറിയില്ല. കണ്ടാൽ മിണ്ടണ്ടേ ഇവരറിയുമോ എന്നറിയില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത്രയും 43 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് കാലം ആരോഗ്യത്തോടെ നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗുരുനാഥന്മാരെ, ഞങ്ങൾ ഈ ഒരു പരിപാടി ഇവിടെ ഉഷ പറഞ്ഞ മാതിരി തുടങ്ങാൻ കാരണം ഇവളിങ്ങനെ വാട്സപ്പിൽ ഉഷ ഓരോ കാര്യങ്ങളിങ്ങനെ എഴുതി വിടും ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ചിട്ടുള്ള. അതിലൊരു കാര്യമാണ് ഈ ചെമ്പ്രശ്ശേരി സ്കൂളിനെ കുറിച്ചിട്ട് അവൾ എഴുതിയത്. അതിപ്പോൾ എഴുതിയതെന്ന് പറഞ്ഞാൽ ഈ ചെമ്പ്രശ്ശേരി സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ എഴുതും ചെയ്തു. പിന്നെ നമ്മളെ ഈ സാമൂഹികമായിട്ടും നമ്മളെ ഭൂപ്രകൃതിനെ കുറിച്ചിട്ട് പ്രത്യേകം എഴുതി, ഈ കുന്നത്തോട് ഇട്ടലിനെയൊക്കെ കുറിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ എഴുതിയപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ഒത്തുകൂടാഞ്ഞിപ്പോൾ എന്താ ഒരു കാര്യം ചെയ്യാമെന്നൊക്കെ അവരോടൊക്കെ അന്വേഷിച്ച് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു. ബാലൻ, മുരളി, അബ്ദുറഹ്മാൻ ഇവരൊക്കെ വിളിച്ചു. ഞാൻ അവരൊക്കെ ഇങ്ങനെ കാണുന്ന ആൾക്കാരാകൊണ്ട് അപ്പം എന്നാൽ ശിവദാസ് ഒരു ഗ്രൂപ്പ് തുടങ്ങുക നമുക്ക് എന്നാല് പറഞ്ഞ് ഡിസംബർ 2-ാം തീയതിയാണ് ഞങ്ങൾ മാഷ ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഡിസംബർ 2-ാം തീയതി. അപ്പോൾ 32-34 ദിവസമായിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ. ഡിസംബർ 2-ാം തീയതി തുടങ്ങിയിട്ട് 5-ാം തീയതി ആയപ്പോൾ തന്നെ ഞങ്ങളെ ഗ്രൂപ്പിലൊരു 30 കുട്ടികളായിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ 4-5 ആൾ ചേർത്തപ്പോൾ അവരിങ്ങനെ 5 ആൾ 6 ആളൊക്കെയാണ് ഓരോ ദിവസങ്ങൾ. ബാലങ്ങനെ പോവുകയാണ്, വേറെ റോട്ടും കൂടെ പോകുമ്പോൾ ബാല ശിവദാസ് എന്നെ ആൾ തട്ടോന്ന് പറഞ്ഞിട്ട് ഓനാ കൊണ്ടുതരാം. അപ്പോൾ ഈ 5-ാം തീയതി ഡിസംബർ 5-6 ആയപ്പോഴേക്കും ഒരു 30-40 കുട്ടികളായി. അങ്ങനെ അബൂനെയൊക്കെ ചേർത്ത് അബൂനോട് അങ്ങനെ ഡേറ്റ് കണ്ട് 8-ാം തീയതി, ഈ ഡിസംബർ 8-ാം തീയതി കണ്ട് ഞങ്ങൾ സ്കൂളിൽ വന്ന് ഇവിടെ ഹെഡ് മാഷ് അയാൾ ഞങ്ങൾക്ക് നല്ലോണം സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. മാഷ് ഇവിടെ ഇവരെ മാനേജ്മെൻറ്റിനോട് പറയലും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഹെഡ് മാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഹെഡ് മാഷ് കൂടെ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ടീച്ചറെ വരെ നമുക്ക്
ആ മാഷെ നമുക്ക് ഇതിൽ സ്മരിക്കാതെക്കാൻ കഴിയില്ല, ഭയങ്കര ഉപകാരം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നെ അതേമാതിരി തന്നെ ഈ 70ാം വാർഷികത്തിൽ അതിൻ്റെ ഒരു ഭാഗം നമ്മളാവ് പറഞ്ഞാൽ നമ്മളെല്ലാവരും അഭിമാനിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മളിപ്പോൾ കഴിഞ്ഞ കൊല്ലം കൂടിയാലോ അതിൻ്റെ മുന്നത്തെ കൊല്ലം കൂടിയിട്ടൊന്നും കാര്യമില്ല. ഈ 70ൽ ഒരു വർഷമാണ് ഇവിടുത്തെ ഒരു പരിപാടി നടത്തുന്നതെന്നാണ് പറയുന്നത്. കാരണം ഒരു വർഷമായിട്ട് പല പരിപാടിയുടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു ഭാഗമാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനൊക്കെ കണക്കൂട്ടുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ഒരു പരിപാടി. ഇതിൽ 60 കുട്ടികളാണ് ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. പക്ഷേ അതിൽ 50 ആൾ ഇവിടെ വന്നിട്ടുണ്ട്. 10 ആൾ കാരണം 4-5 ആൾക്ക് വരാൻ കഴിയില്ല. വളരെ കുറച്ച് ആൾക്കാരാണ് വരാൻ പറ്റാത്തത്. പിന്നെ മാഷന്മാരെ പറ്റിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ ഇങ്ങനെ വിളിച്ച് ഇവരെയൊന്നും ഞാൻ വിശാലാക്ഷി ടീച്ചറെന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ നിന്ന് പോയിട്ട് കണ്ടിട്ട് തന്നെ അല്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഇന്നാണ് കാണുന്നത് സത്യമായിട്ട്. അതേമാതിരി ഏലിയ ടീച്ചറെ പിന്നെ കുറേയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതേമാതിരി കാസി മാഷെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ സുകുമാരൻ മാഷയും തന്നെ എപ്പോഴുണ്ടോ പക്ഷേ ഇവിടുന്ന് ബസ്സിൽ കണ്ടിട്ടായപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുക എന്നല്ലാതെ ഇപ്പം ഇന്നാണ് ഞങ്ങളെ ഇവരൊക്കെ കാണുന്നത് തന്നെ. എന്തൊക്കെ മാഷന്മാരെ കുറിച്ച് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, അത്ര ഒരു ബഹുമാനമാണ് ഇപ്പോഴും. അതെ. പിന്നെ ഇപ്പം എന്താ പറയുക വെച്ചാൽ നമ്മൾ ഈ ഗ്രൂപ്പിന് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി തുടർന്നോ അല്ല എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ടൂറ് പോവേ അങ്ങനെ നമ്മൾ ഈ സ്നേഹ കൂട്ടായ്മ എന്നും നമുക്ക് നിലനിർത്തണം. അതിന് നിങ്ങളെ ഓരോരുത്തർക്കും ഇതിൻ്റെ ഒരു മെച്ചം കിട്ടുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാരണം നിങ്ങൾ എന്തൊരു കഷ്ടപ്പെട്ട അനുഭവം വരികയാണെങ്കിലും അല്ലെങ്കിൽ നല്ല അനുഭവം വരികയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ആളുകളൊക്കെ കൂട്ടമായിട്ട് ഇനി ഈ ഗ്രൂപ്പ് തുടങ്ങി ഇനിയിപ്പോൾ നാളെ മുതൽക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കാണാത്ത ആൾക്കാർ എന്തായാലും നാളെ മുതൽക്ക് കണ്ടാൽ എങ്ങോട്ടാച്ച് പോകണതും ചോദിക്കാതെ ശങ്കരാജ് എങ്ങോട്ടാ പോകണേ എവിടുന്ന വരുന്നതെന്ന് ചോദിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസമുള്ളത്. എല്ലാവരും ചോദിക്കും. കാരണം ഇതുവരെയുള്ള മാതിരി അല്ലാതെ അതിനൊരു കൂട്ടായ്മ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ കൂട്ടായ്മ ഇനി നമ്മൾ മരിക്കോളം ഈ കൂട്ടായ്മ മുന്നോട്ട് പോട്ടെ, അതിന് ഭഗവാൻ നമുക്ക് അതിന് അനുഗ്രഹങ്ങൾ തരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ അബുവൊക്കെ കുറേ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി പറയാൻ ടൈമില്ല, ഊണ് കഴിക്കണം. പിന്നെ അതിൻ്റെ ചിലവും വരവൊക്കെ ഉണ്ട്, അതും കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. അതിപ്പോൾ ഏകദേശം ഒരു കണക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കണക്ക് ഇവിടെ അബുവിൻ്റെ അടുത്ത് കൊടുത്താൽ അത് അവതരിപ്പിക്കും. പിന്നെന്താ അത്രയൊക്കെ അതിനുള്ളൂ. പക്ഷേ ഇനി എന്തെങ്കിലും പറയാണ്ടോ നമ്മൾ? ഏത് ഫാമിലി? എൻ്റെ ഫാമിലി ഞാൻ പിന്നെ തൃക്കേക്കുത്ത്, വണ്ടൂർ തൃക്കേക്കുത്ത് നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അവിടെ അവൾക്ക് അംഗൻവാടിയിൽ LM ടീച്ചറൊക്കെ പിന്നെ ഇൻ്റർവ്യൂവിലായപ്പോൾ കിട്ടിയൊരു ജോലി തന്നെയാണ് ഓക്കും. അതേമാതിരി ഒരു അംഗൻവാടി ടീച്ചറാണ് ഭാര്യ. അപ്പോൾ അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ചെറിയൊരു വീടൊക്കെ വെച്ച് അവിടെയാണ് താമസം. ഒരു 32 വർഷമായിട്ട് ഞാൻ ഇവിടെ എല്ലാം കാപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാൻ ചെറിയ കുറേ ജോലികൾ മാഷ് പറഞ്ഞ മാതിരി കുറേ ജോലികളൊക്കെ ചെയ്തിപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഒരു കച്ചവടമായിട്ടാണ്, ബേക്കറി സപ്ലൈയാണ് എൻ്റെ ജോലി. സുഖമാണ്, വളരെ സുഖം എന്ന് വെച്ചാൽ നല്ല സുഹൃത്ത് തന്നെയാണ്. പിന്നെ 2 പെൺകുട്ടികളെ കല്യാണം എല്ലാ ബാധ്യതയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ബാധ്യതയും കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പേരക്കുട്ടികളായി, കുട്ടികളെ കല്യാണം കഴിഞ്ഞൊക്കെ ഉഷാറായിട്ടുണ്ട്. പിന്നെ എന്താണ് പിന്നെ അതൊക്കെ തന്നെ പറയാനുള്ളത്. ഇനി അടുത്ത കൂടല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ഫാമിലി ആയിട്ടാണ് കൂടുന്നത്. എല്ലാവരും അവനെ ഭാര്യമാരെ കൊണ്ടുവരണം, ഭർത്താക്കന്മാരെയും കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ അടുത്ത മീറ്റ് ഉള്ളത്. അതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത കൂടാനുള്ളത്. പക്ഷേ അതൊക്കെ തന്നെ പറയാനുള്ളത്. ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. ഓക്കെ. മറ്റുള്ള ആൾക്കാരും കൂടി എല്ലാവരും വരണം. ഞങ്ങൾ ഒരു സ്ഥലത്ത് ആരൊക്കെ പറയാത്ത ആളുകളൊക്കെ പറയണം. എല്ലാവർക്കും ഇതിൽ ചാൻസ് ഉണ്ട്. നമ്മൾ ആരും ഒരാളെ വിട്ടുപോകുന്നില്ല. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രസന്ന. ഞാൻ ഇവിടേക്ക് 4ാം ക്ലാസ്സിലാണ് വന്ന് ചേർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപരിചിതം അന്നിക്കുണ്ട്. ചെറിയ കുട്ടികളല്ലേ നമ്മൾ വരുമ്പോൾ. അങ്ങനെ ഈ 4ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്നെ ഈ ഉഷയാണ് അതിൻ്റെ മെയിന്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇന്നിവിടെ പറയുന്നു. ഉഷ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. കുട്ടികളല്ലേ അത്. അതിൽ ഈ അതാ പറയരുത്, അത് പറയരുത്. അത് ഞാൻ പറയാതെ പറ്റില്ലല്ലോ, ഒരു വേദി ഇപ്പോഴല്ലേ കിട്ടിയത്. പിന്നെ ഞാൻ ഇവിടെ ഈ ചങ്ങാതിക്കൂട്ടം ഉണ്ടാക്കാൻ എന്നെ ശിവദാസനെ വിളിച്ചത്. ഞാൻ അതിൻ്റെ മുമ്പ് ശിവദാസനെ ഇടയ്ക്കൊക്കെ അങ്ങാടിയിൽ നിന്ന് കാണലുണ്ടായിരുന്നു. വേറെയുള്ള ഈ ആൺകുട്ടികളെ 1-2 പേരൊഴിച്ച് ബാക്കിയുള്ളവരൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്കോട്ട് അറിയില്ല. ഇപ്പം അറിയണതേ ഉള്ളൂ. പെൺകുട്ടികളെയും അങ്ങനെ തന്നെ. ഞാൻ പഠിച്ചത് തൂര സ്കൂളിലാവുകൊണ്ട് ഇവിടുന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടികളെയും പിന്നെ ഞങ്ങൾ കാണുന്നില്ല. പിന്നെ കല്യാണം കഴിച്ചതും തൂര് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ തൂരിക്കാരായി മാറി. അങ്ങനെ തൂരാണ്. എനിക്ക് 2 കുട്ടികൾ, ഒരു പെണ്ണും ഒരാണും. അവരൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞു. MCOM ആണ് പെൺകുട്ടി, മറ്റേ BTech. 2 ആൾക്കും ജോലിയുണ്ട്. ഒരാൾ വനിതാ ബാങ്കിൽ, ഒരാൾ വണ്ടൂർ ഓവർസിയറാണ് ബ്ലോക്കിൽ.
അങ്ങനെ അവർക്കും കുട്ടികളൊക്കെ ഈ കുടുംബം സുഖമായിട്ട് പോണു. പിന്നെ എലിയാമ്മ ടീച്ചർ പങ്കെടുത്ത ആ ഇൻ്റർവ്യൂവിൽ എന്നെയൊക്കെ തള്ളിക്കളഞ്ഞു. ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായത്. നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു പണി വേണമല്ലോ. ഞാൻ അത് കിട്ടിയില്ല. ഒരു കൊല്ലമൊക്കെ പിന്നെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുട്ടീനെ പ്രസവിച്ചെടുക്കുക, എൻ്റെ ചെറിയ കുട്ടിയെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബ്ലോക്കിൽ ഒരു RD ഏജൻസി എടുത്തു. അതാണ് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 വർഷം കഴിഞ്ഞു. അത് വളരെ നന്നായി പോകുന്നുണ്ട്. ഗീത പറയുന്നു, ഞാൻ കരുതി ഗീത ഒരു RD ഏജൻ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങളറിയാം. ഫീൽഡിലാണല്ലോ എപ്പോഴും. ഞങ്ങൾക്ക് ആ ഒരു തിരക്ക് എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാളെ കാണുന്ന ഒരു പണി മാത്രമാണ്. അങ്ങനെ സുഖമായി പോണു. എല്ലാം കൊണ്ടും സുഖം. ഞാൻ സൈനുൽ അബീദ്. ഇവിടെ തന്നെ ചെറിയൊരു ബിസിനസ്സായിട്ട് നടക്കുകയാണ്. വേറെ ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ 3 പിള്ളേരാണ്, കല്യാണം കഴിഞ്ഞു. ഇതാക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രതി. ഞാൻ തിരുവാലിയാണ് താമസിക്കുന്നത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഖാദിയിൽ വർക്ക് ചെയ്യാണ്. ഗുരുജനങ്ങളെ, സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെപ്പോൾ അറിയാത്തവരായിട്ട് ആരും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കുട്ടികളൊക്കെ അറിയാത്തതുണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇവരൊക്കെ പറഞ്ഞ മാതിരി ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു പോയതിന് ശേഷം ഇവർക്കൊക്കെ ചായ കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു കച്ചവടം ചെയ്തിരുന്നൊരു കാലത്ത്. അതിന് ശേഷം പിന്നെ ഇവിടെ 7ാം ക്ലാസ് കഴിഞ്ഞു, പാണ്ടിക്കാട് കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഒരു 15 വയസ്സിൽ ഞാൻ മറാഠ്മനയിൽ ജോലിക്ക് കയറിയതാണ്. അന്ന് മുതൽ ഇന്നേ വരെ അവരെ സേവനം തന്നെയാണ്. പല തലങ്ങളിലായി ജോലി ചെയ്ത് ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. അന്ന് മുതൽ ഇന്നോളം ഞാൻ ഈ സ്കൂളുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. നമസ്കാരം. എൻ്റെ പേര് ശാന്തയാണ്. ഞാൻ ഖാദി സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാൾ തൃശ്ശൂരാണ്, ഒരാൾ അതവനാട് ഉള്ള ഭാഗത്താണ്. എല്ലാവർക്കും സുഖം. ഹസ്ബൻഡിനും ഒരു അസുഖമാണ്. ഇങ്ങനെ പോണു. മരുന്നൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കണം. വേറൊന്നും പറയാല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എൻ്റെ പേര് മൊയ്തീൻ കുട്ടി എന്നാണ് ആദ്യം. ഇപ്പം മൊയ്തീൻ നിന്നിലാണ്. നിങ്ങൾ പേര് കേൾക്കുമ്പോൾ കേൾക്കണ്ട. ഞാൻ ആദ്യമായിട്ടാണ് മൈക്കിൻ്റെ അടുത്ത് മുന്നിൽ വരുന്നത്. അല്ല പറയുള്ളൂ. പിന്നെ ഞാൻ ഒടവമ്പറ്റ പള്ളിയുടെ ബാക്കിലാണ് വീട്. അന്നൊന്നും കേട്ടോ, ഇപ്പോൾ പുതിയതായിട്ട് മാരല്ല. ഇവിടുന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കൃഷിപ്പണിക്ക് ഇറങ്ങിയാണ്. എന്നെ കല്യാണം കഴിച്ച് 4 കുട്ടികളുണ്ട്. ഒരാണും 3 പെണ്ണും. 2 പെൺകുട്ടികളെ വള്ളിക്കാർമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്. മോൻ കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ട്. വലിയ മോക്കൊരു 2 കുട്ടികളുണ്ട്. ഇത്ര പോരെ. അസ്സലാമു. സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് വിളിക്കുന്നില്ല. ഓരോരുത്തരും പ്രത്യേകം വേഗം ഒരാൾ കഴിഞ്ഞാൽ വേറൊരാൾ വേഗം വന്നിട്ട് സ്വയം പരിചയപ്പെടുത്തും. നമ്മുടെ പരിപാടി സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് സ്വയം പരിചയപ്പെടുത്തണം എത്രയും പെട്ടെന്ന്. ഞാൻ ജമീലയാണ്. ഇന്ന് കല്യാണം കഴിച്ച ചൊറോട്ടുക്കാണ്. ഞാൻ മജീദ് മാഷ പെങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചണേ. അങ്ങനെ എല്ലാവരും അറിയുന്ന കരുതണ്. നമ്മുടെ ലേഡി സുഹൃത്തുക്കളുടെ പരിചയപ്പെടുത്തൽ അവസാനിച്ചതായിട്ടാണ് അവർ പറയുന്നത്. ആർക്കെങ്കിലും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മൈക്ക് ഫ്രീ ആണ്, വരാം. അതുപോലെ ഈ ഭാഗത്തുനിന്ന് നമ്മുടെ കുറച്ച് പേര് പറയാൻ വിട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല. റസാക്ക് വിദ്യാഭ്യാസ യോഗ്യതൻ്റെ പ്രശ്നം വരുന്നില്ല. ഇവിടെ നമ്മൾ എല്ലാവരും ജീവിക്കുന്നവരാണ്. ആര് പഠിച്ചില്ല എന്നുള്ളൊരു പ്രസക്തിയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന നമ്മുടെ ആർജവം എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടിയ ഒരു സംസ്കാരമാണ്. അത് വിദ്യാഭ്യാസത്തിനോട് മാത്രം കണക്ട് ചെയ്ത ഭാഗമല്ല. അത് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും നമ്മുടെ പാരൻസും എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് ജീവിക്കാനുള്ള ഒരു കഴിവ്, അതിനുള്ളൊരു തൗഫീക്ക് ദൈവത്തിൻ്റെ അടുത്തുനിന്നുള്ള. അത് പ്രകാരം എല്ലാവരും ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ചിലർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരും കഴിവുള്ളവരുണ്ടാവും. അത് പഠിച്ചിട്ടുണ്ടാവും. അതില്ലാത്തതൊരു കുറവായിട്ട് നമ്മളാരും കാണുന്നില്ല ഈ വേദിയിൽ. അതിൻ്റെ ഒരു പ്രകടന വേദിയായിട്ടല്ല നമ്മളിത് കാണുന്നത്. പിന്നെ പരിചയപ്പെടുത്തുമ്പോൾ അതൊന്ന് പറയുന്നു എന്ന് മാത്രം. ഇനി ആരെങ്കിലും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വയം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് അടുത്ത കാര്യപരിപാടിയിലോട്ട് കിടക്കേണ്ടതുണ്ട്. അവസാനം വരെയും എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് സഹകരിച്ച്
ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്ന സദ്യ ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ട് മാത്രമേ പിരിയാവൂ എന്ന് മുന്നേ കൂട്ടി അറിയിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി ഇതിൻ്റെ ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാൻ ശിവദാസൻ തന്നെ അത് അവതരിപ്പിക്കും, എത്രയാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ അതിന് വേണ്ടുന്ന ചർച്ചകൾ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യും. പിന്നെ ഇതിൽ കുറവുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ ശിവദാസനെ അറിയിക്കും. ഏതായാലും ഈ പരിപാടി വളരെ നല്ല രീതിയിൽ ഇതുവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞല്ലോ. ഞാൻ ശിവദാസനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പരിപാടിക്ക് 50 ആളുകളാണ് മൊത്തം നമ്മൾ കുട്ടികൾ വന്നിട്ടുള്ളത്. 50 ആൾ മൊത്തം ഇതിൽ ഒപ്പിട്ടിട്ട് പേരെഴുതിയിട്ടുള്ള ആൾ 50 ആൾക്കാർ. അത് നമ്മൾ 50 ആൾക്കാരും കൂടി എല്ലാവരും പല സംഖ്യയായിട്ട് തന്നിട്ടുണ്ട്. അവരൊക്കെ പാടെ കൂടി തന്നത് മൊത്തം 18,850 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചിലവ് അതിന് വന്നിട്ടുള്ളത് നമുക്ക് ബാനർ മൊമെൻറ്റോ ഈ ഐറ്റത്തിന് 2,320, ഒരു രജിസ്ട്രേഷൻ്റെ ബുക്ക് വാങ്ങിയാണ് 75 റുപ്യ, പിന്നെ നമ്മുടെ ഒരു കേക്ക് വാങ്ങിയത് 1,800 റുപ്യ, പിന്നെ നമ്മളോട് ഈ മൈക്ക് ഇതിന് തരുന്നതിന് 1,500 റുപ്യ, പിന്നെ ഫുഡ് രാവിലത്തെ ചായൻ്റെ പൈസ രമണി തന്നിട്ടുണ്ട്. അത് ഇതിൽ വരവും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നിച്ചാണ് ഫുഡ് വാങ്ങിക്കണം. 9,000 റുപ്യാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ചോറും പിന്നെ അതിൻ്റെ ഓട്ടോറിക്ഷ കൂലിയൊക്കെ പെടായിരിക്കും 9,000 റുപ്യ. പിന്നെ നമ്മളൊരു ചാനൽ പറഞ്ഞതാണ്, അവർ നമുക്ക് ഈ രാവിലെ മുതൽ വന്ന് ചെയ്തതിന് അങ്ങനെ മൊത്തം 18,695 റുപ്യാണ് നമുക്ക് ചിലവുള്ളത്. 18,850 റുപ്യ വരവുണ്ട്. അല്ല, ഇതിലെന്തൊക്കെ സുതാര്യമാണ്, അപ്പോൾ ഇല്ലാക്കാൻ പറ്റില്ല. 155 റുപ്യാണ് ഇതിൽ ബാലൻസ് ഉള്ളത്. നമ്മുടെ ഈ പരിപാടിക്ക് 155 റുപ്യാണ്. അതിൽ 1-2 ചിലവുകൾ വേറെ വന്നിട്ടുണ്ട്. അതിൻ്റെ പൈസ ഒന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. പിന്നെ അത് ഒന്നും ഉണ്ടായിട്ടല്ല, അത് കൂട്ടണ്ട എന്നുള്ളതിൽ കൂട്ടാമെന്നാണ്. അതിനൊന്നും വിചാരിക്കരുത് നിങ്ങൾ എല്ലാവരും. നിങ്ങൾ അതിന് നമ്മളോട് സഹകരിക്കണം. അതിന് വാശി പിടിക്കരുത്, കൂട്ടണം എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ ആ മുട്ടായി രാവിലത്തെ വരുമ്പോഴുള്ള മുട്ടായി വിതരണത്തിൻ്റെയാണ്. അത് ഞാൻ എൻ്റെ വക എന്ന് പറഞ്ഞാണ്, അതുകൊണ്ട് അത് കൂട്ടിയിട്ടില്ല. പിന്നെ അതേമാതിരി ഒരു ഷാളിൻ്റെ അതും കൂട്ടിയിട്ടില്ല. അത് കൂട്ടരുത്, വാശി പിടിക്കരുത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ യോഗത്തിൽ ഇനി എന്തെങ്കിലും എന്തെങ്കിലും പറയണ്ടോ നമ്മളോട് ഉണ്ടോ? അത് നമുക്ക് മാഷെ ഇവരെന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്താണ് നിങ്ങൾ ചെയ്യാന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കിട്ടണം 500 1000 ഒന്നും അതല്ല അതിൻ്റെ ഒരു കാര്യം. നമ്മൾ ഗ്രൂപ്പിൻ്റെ വക എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനിക്കല്ലേ. പക്ഷേ ഗീതേ ആക്കല്ലേ അല്ലേ അങ്ങനെ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്കൊരു തീരുമാനത്തിലെത്താം. ഉറച്ചൊരു തീരുമാനത്തിൽ നമ്മൾ എന്താ ചെയ്യുക, കമ്മിറ്റിയൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പറയാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത് അല്ലേ. നമ്മളിപ്പോൾ എന്താ നമ്മൾ എടുത്ത് ചാടിയാണ്ട് എല്ലാവർക്കും ഈ ആവേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലം മുന്നോട്ട് പോകണം. എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും വിഷമിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മൾ അത് ഓരോ ഗ്രൂപ്പുകളും അവിടെ കുറേ പൈസ കൊടുക്കുക, ഇവിടെ കുറേ പൈസ കൊടുക്കുക, എന്നും പിരിവും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അതിന് സാധിച്ചു വരുന്നതില്ല. ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും നടക്കും വേണം. നമുക്ക് അത്യാവശ്യം വരികയാണെന്ന് വെച്ചെങ്കിൽ അത് നമ്മളെല്ലാവരും പൈസ ചിലപ്പോൾ കടം വാങ്ങി തരേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ കടം വാങ്ങി കൊടുക്കേണ്ടി വരും, അത് വേറെ വിഷയം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക, അത് പ്രശ്നമില്ല പറയാം. പിന്നെ നമ്മളിനി അടുത്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. നമ്മുടെ പരിപാടിയുടെ അവസാന നന്ദി പ്രകടനത്തിന് മുമ്പായിട്ട് ഇനി ആർക്കെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം. അതിനുള്ളൊരു സമയമാണിപ്പോൾ. ഈ പരിപാടി വളരെ നല്ല രീതിയിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുചേരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഔദ്യോഗികമായ നന്ദി പ്രകടനത്തിന് വേണ്ടിയിട്ട് സൈനുലാബിദിനെ ക്ഷമിച്ചുകൊള്ളുന്നു. ഈ 78 ബാച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അത്ര മാത്രമേ പറയാനുള്ളൂ. നിർത്തുന്നു. നന്ദി കുട്ടി. ഇവിടെ സൈനുലാബിദ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട്, അതായത് ഇവിടെ നമ്മളെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപകർ, അതുപോലെ മുഖ്യാതിഥി, അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തികളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഈ ഒരു യോഗത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരാൻ വിഷമിച്ച ആളുകൾ, അല്ലെങ്കിൽ വരാൻ ആഗ്രഹിച്ച് വരാൻ പറ്റാത്ത പല സാഹചര്യങ്ങളിൽ വിട്ടുനിന്ന ആളുകളുണ്ട്. അവർക്കും നമ്മുടെ ഈ മെസ്സേജ് നമ്മൾ അറിയിക്കണം. അതുപോലെ ഈ ശിവദാസൻ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശ രൂപരേഖ പ്രിപ്പയർ ചെയ്ത്, ഇതിനിപ്പോൾ പ്രത്യേകിച്ച് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ട്രഷററോ ഒന്നും ഇപ്പോൾ നിലവിലില്ല. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു കൂടിക്കാഴ്ച, ഒരു ഓർമ്മച്ചപ്പ് പുതുക്കൽ എന്നുള്ള രീതിയിൽ മാത്രം തുടങ്ങി വെച്ച ഒരു സംഘടനയാണ് ഇപ്പോൾ ഇതുള്ളത്. അതെൻ്റെ ഒരു
വളരെ ശൈശവ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇനി അതിൽ വിപുലമായ രീതിയിലുള്ള പരിപാടികൾ എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തന്നെ ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്ത് സ്കൂളിന് എന്തെങ്കിലും രീതിയിലുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, അതല്ല മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതൊക്കെ വ്യക്തമായ രീതിയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഫലവത്തായ രീതിയിൽ ഈ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഈ ഒരു സമിതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും അതിൻ്റെ ഒരു ഭാഗവാക്കായി പ്രവർത്തിക്കാനെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടും ഈ യോഗം ഇവിടെ പിരിച്ചുവിട്ടതായിട്ട് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.